പഹൽഗാം ഭീകരാക്രമണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സർക്കാർ ആസൂത്രണം ചെയ്തത് എന്ന ലേഖനം ചർച്ച ചെയ്യാനിരുന്ന സെമിനാർ തടഞ്ഞു എന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ദേശവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തമിഴ് വകുപ്പിന്റെ സെമിനാർ തടഞ്ഞത് എന്നും ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പ്രതികരിച്ചു. എന്നാൽ നടക്കാത്ത സെമിനാറിന്റെ പേരിൽ VC വിദ്യാർത്ഥികളെ അപമാനിക്കുകയാണ് എന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു. സെമിനാർ ആലോചിച്ചിട്ടില്ല എന്നും വാട്സാപ്പ് ഗ്രൂപ്പിൽ അഭിപ്രായം പറയുക മാത്രമായിരുന്നുവെന്നും ഗവേഷക വിദ്യാർത്ഥി വകുപ്പ് മേധാവിക്ക് നൽകിയ കത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. This must be a lesson to all those anti-nationals, and I have informed the fact to our Honorable Chancellor, and I understand that he has informed to the national agencies. വൈസ് ചാൻസലറുടെ ഈ ആരോപണം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തള്ളി. ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലും ഇതേ ചൊല്ലി ഇടതംഗങ്ങളും VCയും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായി. BJPയുടെ 2 സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCയെ പിന്തുണച്ചു. ഇല്ലാത്ത സെമിനാറിന്റെ പേരിൽ വിദ്യാർത്ഥികളെ VC രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചു എന്നാണ് CPMന്റെ ആരോപണം. എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വൈസ് ചാൻസലർ ഇതെല്ലാം ബോധപൂർവം കെട്ടിച്ചമച്ച് കോൺസ്പിറസി ഉണ്ടാക്കി തമിഴ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ ആന്റി നാഷണൽ എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയുടെ ഭാഗമായിട്ടാണ്? VC തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ രാജ്യദ്രോഹ സെമിനാർ കേരള സർവകലാശാലയിൽ നടന്നേനെ എന്ന് BJP അംഗങ്ങൾ ആരോപിക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ആസൂത്രണം ചെയ്തത്. വളരെ കരുതിക്കുട്ടി തന്നെയാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത്. അത് നടക്കാതെ പോയതിൽ ആശ്വസിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഇടപെടൽ കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ സർവകലാശാല തമിഴ് വിഭാഗം മേധാവി രജിസ്ട്രാർക്ക് നൽകിയ വിശദീകരണ കത്തിലും ആരോപണ വിധേയനായ വിദ്യാർത്ഥി വകുപ്പ് മേധാവിക്ക് നൽകിയ മറുപടിയിലും സെമിനാർ നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു. പ്രതിവാര ചർച്ചയ്ക്ക് ഒരു വിഷയം നിർദ്ദേശിക്കുക മാത്രമായിരുന്നു. വിനവെന്ന തമിഴ് വെബ്സൈറ്റിൽ വന്ന പഹൽഗാം താക്കൂതൽ എന്ന ലേഖനം ചർച്ച ചെയ്യാമെന്ന നിർദ്ദേശം ഗവേഷക വിദ്യാർത്ഥി വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു. ഇത് കണ്ടയുടൻ വകുപ്പ് മേധാവി ഈ സന്ദേശം ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇതാണ് വിവാദത്തിൽ വിദ്യാർത്ഥിയുടെയും വകുപ്പ് മേധാവിയുടെയും വിശദീകരണം. തെറ്റായ ഉദ്ദേശത്തോടെ ചെയ്തതല്ലെന്നും ഇനി ആവർത്തിക്കില്ലെന്നും വകുപ്പ് മേധാവിക്ക് നൽകിയ കത്തിൽ വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സെമിനാർ നടത്താൻ തീരുമാനിച്ചത് തടയുകയായിരുന്നു എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ രോഹൻ കുന്നുമ്മൽ. ന്യൂസ് 18 തിരുവനന്തപുരം.